നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സ്ത്രീ സങ്കല്പത്തിനും പവിത്രതയ്ക്കും വെറുതെ ചത്തുപോകേണ്ടി വന്ന മനുഷ്യരുടെ ഗന്ധമാണ്. ഒരു രാജ്യത്തിന് തന്നെ സ്ത്രീ സങ്കല്പം നൽകി അതിനെ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്ത്രീകളെ അത്രമേൽ നമ്മൾ ആദരിക്കുന്നു, അത്രമേൽ പവിത്രരായി കാണുന്നു എന്നുള്ളതല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സ്ത്രീകളെ ആദരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, രക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ബിൽക്കിസ് ബാനോയെ ആരാണ് രക്ഷിച്ചത്? ആസിഫയെ ആരാണ് രക്ഷിച്ചത്? 5 മാസം ഗർഭിണിയായ സ്ത്രീയുടെ മുന്നിലിട്ട് അവളുടെ കുടുംബത്തെ കൊന്ന് അവളെ കൂട്ടബലാത്സംഗം ചെയ്ത് ശേഷം കുറ്റവാളികൾ പുറത്തിറങ്ങുമ്പോൾ അവരെ പൂക്കളിട്ട് സ്വീകരിച്ചവർ പറയുകയാണ്, ഞങ്ങൾ സ്ത്രീകളെ പൂവിട്ട് പൂജിക്കുന്നവരാണ്. സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തി ആൾക്കൂട്ടത്തിന് മുൻപിൽ ലൈംഗികമായി പീഡിപ്പിച്ച് പുറംപോക്കിലെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമ്പോഴും ജീവന് വേണ്ടി കൈനീട്ടി യാചിച്ചവരുടെ മണിപ്പൂര് കത്തിയമരുമ്പോൾ ഈ സ്ത്രീ സംരക്ഷകർ എവിടെയായിരുന്നു? ഹത്രാസ് ഗ്യാങ് റേപ്പ് കേസ്. ഒരു ദളിത് പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്ത് കൊന്നിട്ട് അവളുടെ ശവശരീരം കുടുംബത്തെ പോലും കാണിക്കാതെ രാത്രിക്ക് രാത്രി കത്തിച്ച് ചാരമാക്കി. The family was begging the UP police cops, the UP police officials that let us take the body home. They got the body here at the crematorium just 100 to 150 meters away from the home, and the police, without even letting any family member know, they have burnt the body of Hathras rape victim. ആ ചാരത്തെയാണോ നിങ്ങൾ പവിത്രതയോടെ കാണുന്നത്? കത്വ റേപ്പ് കേസ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മന്ദിരത്തിനുള്ളിൽ ദിവസങ്ങളോളം പൂട്ടിവെച്ച് പീഡിപ്പിച്ചു കൊന്ന് ആ കുഞ്ഞിനു വേണ്ടി നീതി ചോദിച്ചവരെക്കാൾ കുറ്റവാളികളെ രക്ഷിക്കാനായി റാലി നടത്തിയവരാണ് സ്ത്രീ സംരക്ഷണത്തെ പറ്റി പുലമ്പുന്നത്. രാജ്യത്തിനു വേണ്ടി മെഡൽ നേടിക്കൊടുത്ത കായിക താരങ്ങളായ സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാൻ തെരുവിലിരിക്കേണ്ടി വന്നത് ഈ രാജ്യത്തല്ലേ? ബിൽക്കിസ് ബാനോയുടെ കണ്ണീരിനും ആസിഫയുടെ രക്തത്തിനും ഹത്രാസിലെ ചാരത്തിനും മണിപ്പൂരിലെ സ്ത്രീകളുടെ നിസ്സഹായതയ്ക്കും നിങ്ങൾ എന്തു മറുപടി നൽകും? ഇവൻ പശുവിനെ പോലെയും അമ്മയായിട്ട് കണ്ടിട്ട് നമ്മൾ ആദരിക്കുന്നത് അതൊന്നും കുറച്ചിലൊന്നും അല്ല. പശുവിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊന്ന രാജ്യമാണിത്. പശുവിന് മാതാവും മാതാവിന് കുലവും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊന്നു തള്ളിയ മനുഷ്യർക്ക് കുട്ടികളും കുടുംബവും ജീവിതവും ഉണ്ടായിരുന്നു. എണ്ണിയാൽ തീരാത്ത എത്രയോ പേരെ നിങ്ങൾ കുഴിച്ചുമൂടി. കണ്ണീര് പറ്റാത്ത എത്രയോ കുടുംബങ്ങളെ നിങ്ങൾ അനാഥരാക്കി. നീതി കിട്ടാതെ എത്രയോ പേരെ നിങ്ങൾ തെരുവിൽ വലിച്ചെറിച്ചു. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സ്ത്രീ സങ്കല്പത്തിനും പവിത്രതയ്ക്കും വെറുതെ ചത്തുപോകേണ്ടി വന്ന മനുഷ്യരുടെ ഗന്ധമാണ്.